ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകൾ നടന്ന ഒരു ആഴ്ചയായിരുന്നു ഇത്. സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസും അതുപോലെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പ്രിലിംസും. അപ്പോൾ പ്രിലിംസ് രണ്ട് ഘട്ടമായിട്ടാണ്. അതിന്റെ ആദ്യ ഘട്ടമാണ് ഇവിടെ നടന്നത്, നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എത്രയാണ് മാർക്ക് കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു ചെറിയ, അതായത് 50 പേജിന്റെ പഴയ നോട്ട്ബുക്ക് ഒക്കെ ഇല്ലേ, ചെറിയ അത്രയും തന്നെ ഉണ്ട്. കാരണം ഇംഗ്ലീഷും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, നമ്മൾ എപ്പോഴും പ്രിലിംസ് എക്സാം എഴുതുമ്പോൾ ചെയ്യേണ്ടിരുന്നത് മലയാളം, ഇംഗ്ലീഷ്, മാത്സുകൾ ആദ്യം എഴുതി തീർക്കുക എന്നാണ്. അപ്പൊ മലയാളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു തീർച്ചയായിട്ടും വന്നിരുന്നത്. അതായത് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശരിയായ വാക്യമാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ C കോഡാണ്. ശരിയായ വാക്യം, അതുപോലെ ബഹുവചന രൂപം, അതുപോലെ തന്നെ നമ്മുടെ ഘടകപദം, എന്താണ് ശൈലിയുടെ അർത്ഥം, അതുപോലെ ചേർത്തെഴുത്തല്, പിന്നെ എന്താണ് നമ്മുടെ പഴഞ്ചൊല്ല്, അതുപോലെ തന്നെ മലയാള പരിഭാഷ, സ്ത്രീലിംഗ രൂപം കണ്ടെത്താൻ, അതുപോലെ പിരിച്ചെഴുതാൻ, അതുപോലെ ശരിയായ പദരൂപം കാണാൻ. അപ്പൊ അതിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബേസിക്കലി പഠിച്ചുകൊണ്ട് വരുന്ന ഒരാളാണെങ്കിൽ ഒരു 6-7 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റണം. മലയാളത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. കാരണം അതുപോലെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. വലിയ വിഷമത്തിലല്ല, ഓൾറെഡി PSC റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഇംഗ്ലീഷിലേക്ക് വരുന്നത്. ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഗ്രാമർ ടോപ്പിക് ഒഴിച്ച് വൊക്കാബുലറി ആണ് ഒരല്പം ഒരാൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുക. ബിക്കോസ് ഗ്രാമർ ടോപ്പിക് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രേസൽ വെബ്സുകൾ, അതുപോലെ സ്പെല്ലിംഗ് ടെസ്റ്റുകൾ, അങ്ങനെ സിമിലർ വേർഡ് തുടങ്ങിയ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന എന്താണ് ഗ്രാമർ പാർട്ടൊക്കെയാണ്. നമ്മുടെ ഇഡിയംസ് ഉണ്ട്. പിന്നെ വൊക്കാബുലറിലേക്ക് വരുമ്പോൾ ഇഡിയംസ് ഉണ്ടായിരുന്നു. ഇഡിയംസ് പക്ഷേ എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ് ആണ്. പിന്നെ അതിലൊന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ആന്റോണിമസ്, സിനോണിമസ് ഒക്കെ ആയിരിക്കും ഒരല്പം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളത്. എന്തായാലും ഇംഗ്ലീഷിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ വേർഡ്സ് ചിലപ്പോൾ ഇതെല്ലാവരും കിട്ടണമെന്നില്ല. ഒരു റെസ്പോണ്ടൻസേസ് വോയിസ് പ്ലേ എന്ന് പറയുന്ന സാധനം, അതുപോലെ തന്നെ വേറെ 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചെങ്കിൽ തന്നെ ഒരു 20 മാർക്ക്, ഒരു 15-16 മാർക്ക് എവിടെ സ്കോർ ചെയ്യാൻ പറ്റണം, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിന്റെ കേസ് ചെയ്യാൻ വേണ്ടി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് ഇംഗ്ലീഷിന്റെ കേസിലുള്ളത്. മലയാളം തീർച്ചയായിട്ടും ഒരല്പം ടൈം കൺസ്യൂമിംഗ് വെച്ചാൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 20 ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുന്ന ടൈം അത്ര നമുക്കറിയാം. എന്തായാലും ഈ ഒരു 3 ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം നിങ്ങൾക്ക് ഒരു 3/4 മണിക്കൂറോളം നിങ്ങൾക്ക് പോയി കിട്ടുന്നില്ല, ചെലവഴിക്കേണ്ടി വരും. പക്ഷെ 50% ക്വസ്റ്റ്യൻസ് അത് തന്നെ നമുക്ക് ഉറപ്പായ മാർക്ക് കിട്ടുമെന്ന് ഉറപ്പായിട്ടുള്ള സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാൻസ് ആണിത്. അപ്പോൾ മലയാളത്തിന്റെ മാത്സിന്റെ കേസിലാണെങ്കിൽ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോവാം. അതിൽ കുറച്ച് നമുക്ക് ഓർത്തിരിക്കണം. അതായത് വർക്ക് ടൈമിന്റെ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്ലോക്കിന്റെ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ആൾക്കാരെ റോയിലാക്കി നിർത്തുന്നത്, അതിനൊരു ഇക്വേഷൻ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ സീക്വൻസ് ആയിട്ട് നമ്പർ ഓഫ് സീക്വൻസിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ തന്നതിൽ ചിലപ്പോൾ 1-2 ആൾക്കാർക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിന്റെ 8 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ട് തുടങ്ങിയ ലോജിക്കലായി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും മാത്സിലുണ്ടായിരുന്നു. മാത്സും ഞാൻ പറഞ്ഞ പോലെ ഒരു 14-15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ, അത് ഒരു ആവറേജ് ആണ് പറഞ്ഞത്. അതിന് മുകളിൽ സ്കോർ ചെയ്ത ആൾക്കാരുണ്ടായേക്കാം. ഒരു 14-15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മാത്സിന്റെ കേസിൽ ഉണ്ടായിരുന്നത്. സോ മാത്സ് ഒരു 14-15 സ്കോർ ചെയ്യണം, ഇംഗ്ലീഷ് ഒരു 14-15 സ്കോർ ചെയ്യണം, രണ്ടും കൂടി ഒരു 30 മാർക്ക്. അതുപോലെ മലയാളം ഒരു 6-7 മാർക്ക്, 37 മാർക്കാണ് ഇവിടെ സ്കോർ ചെയ്യേണ്ടത്. 50 മാർക്കിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ 50 മാർക്കിൽ 30-37 മാർക്ക്, അല്ലെങ്കിൽ 37-40 മാർക്കിനിടയിൽ നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, GK ക്വസ്റ്റ്യൻസ് നോക്കാൻ പറ്റും. അപ്പൊ GK ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്, GK ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു പോവാം, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് തീർച്ചയായും സമയം എടുത്ത് വായിച്ചിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പറ്റുന്ന ഒരു കേസല്ല, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പ്രിലിംസിന്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടൈം കൺസ്യൂമിംഗ് ആണ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് റൗണ്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വായിക്കാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നോക്കുക. ജോഗ്രഫിയുടെ 5 ക്വസ്റ്റ്യൻസും നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും ഡിഗ്രി ലെവൽ, അടുത്ത ലെവൽ എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യരുത്, അത്തരം ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ അത് എഴുതാൻ നിൽക്കരുത്. അതെന്ത് ചെയ്യുക, അത് റൗണ്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പകരം നിങ്ങൾക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഇവിടെ നമ്മുടെ കേരള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കേരള സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ തെറ്റി, അതായത് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചതെന്ന്, സാധുജന പരിപാലന സഭ സ്ഥാപിച്ചതാര്, യോഗക്ഷേമ സഭ, അങ്ങനത്തൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. എപ്പോഴും കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. സോ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് 1-2 സെക്കൻഡിലൂടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യം എന്തൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്.
അതുപോലെ നമ്മുടെ ശീതയുദ്ധം, കോൾഡ് വാറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. വൈക്കം സത്യാഗ്രഹം നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത്തരം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മാക്സിമം സ്കോർ ചെയ്യുക, മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പോവുക. അതുപോലെ തന്നെ നമ്മുടെ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന് നോക്കുക. അതുപോലെ തന്നെ മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. മീൻസ് അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി, ചെയർമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതുപോലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം PJ ആന്റണിക്ക് ആദ്യമായി നേടിക്കൊടുത്ത സിനിമ ഏത്, അതുപോലെ മാറ്റുവിൻ ചട്ടങ്ങൾ ഏത് കൃതിയിൽ നിന്നുള്ളതാണ്, അതുപോലെ അനുഷ്ഠാന കലയായിട്ടുള്ള കടമനിട്ട പടയണിയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്, പടയണിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പ്രശസ്തമാണ് കടമനിട്ട എന്ന സ്ഥലം, അതുപോലെ കേരള നവോദയവുമായി ബന്ധപ്പെട്ട് സമത്വ സഭ സ്ഥാപിച്ചവർ. അപ്പൊ ഇതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. GK പാർട്ടിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ IT ക്വസ്റ്റ്യൻസ്, നമ്മുടെ എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻസ്, അതാണ് എക്കണോമിക്സിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. IT 3-4 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സിൽ, നമ്മുടെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ ലിബ്രോ എന്ന പദം ഏതാണ്, വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്കറിയാം. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ നടത്തിയ വർഷം നമ്മൾ പഠിക്കുന്നതാണ്. ബംഗ്ലാദേശിൻ ദേശീയ കായിക വിനോദം നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മാക്സിമം മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 15 മാർക്ക് സ്കോർ ചെയ്യണം. അപ്പൊ ഈ 15 മുകളിൽ 15 നിങ്ങൾ മിനിമം തീർച്ചയായിട്ടും സ്കോർ ചെയ്തേ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഒരു 38-40 മാർക്ക് അവിടെ നമ്മുടെ മലയാളം ഇംഗ്ലീഷ് മാത്സിൽ സ്കോർ ചെയ്യുകയും ഒരു 15 മുതൽ 18 മാർക്ക് വരെ നിങ്ങൾക്ക് GK പാർട്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾ ഈ എക്സാം സക്സസ് ആയി എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ബിക്കോസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ്. ഒരിക്കലും പ്രിലിംസിന്റെ കട്ട് ഓഫ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു 60-ലേക്കോ 65-ലേക്കോ 75-ലേക്കോ ഒന്നും ഒരിക്കലും പോകാൻ ചാൻസ് ഇല്ല. ഇതൊരു പ്രിലിമിനറി ടെസ്റ്റ് മാത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു 55-ന് താഴെ ഇതിന്റെയും നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോ അടുത്തൊരു എക്സാം ജൂൺ 28 നടക്കുന്ന അടുത്തൊരു എക്സാം കൂടി നടന്ന ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷും മലയാളം മാത്സിന് 37-40 മാർക്കിനിടയിലും, അതുപോലെ നമ്മുടെ GK പാർട്ടിൽ ഓൾമോസ്റ്റ് ഒരു 15-18 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സേഫ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എത്രയാണ് നിങ്ങൾ സ്കോർ ചെയ്തത്, അപ്പൊ എന്താണ് ഈ ഒരു പരീക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇതാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി നടക്കുന്ന ഒരു കാര്യം, പറയേണ്ട കാര്യം. അപ്പൊ അടുത്ത ലെവൽ പ്രിലിംസ് എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മാത്സ് ഇംഗ്ലീഷ് മലയാളം ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് അതല്ല എങ്കിൽ പോലും എന്ത് ചെയ്യുക, അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഒരു അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം 3/4 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, GK പാർട്ടിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അറിയുന്ന ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ത് ചെയ്യും, കടന്നിരിക്കും. പ്രിലിംസിന്റെ എക്സാമിന്റെ കേസിൽ മാത്രം ചെയ്യേണ്ട, അല്ലെ മുൻപ് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ രണ്ടാമത്തെ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം ആണ്. സെക്രട്ടറി OA എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരാഴ്ച ആവാൻ പോവുകയാണ്. അപ്പൊ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി നമുക്ക് യൂട്യൂബിൽ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്രട്ടറി OAയുടെ അനാലിസിസ് ഒക്കെ. അപ്പൊ അതിൽ ഞാൻ പറയുന്നുണ്ട്, മീൻസ് ആ ഒരു ഘട്ടത്തിൽ ആ ഒരു എക്സാം അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെ OAയുടെ എക്സാം ഇതൊരു നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം ഒരു എബോവ് ആവറേജ് എക്സാം ആയിരുന്നു. തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിലൊന്നും അല്ല എക്സാം നടത്തിയിരുന്നത്. പക്ഷേ സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം പറയുകയാണെങ്കിൽ അതൊരു ഈസി എക്സാം ആയിരുന്നു. അതായത് ഒരു ബിലോ ആവറേജ് അല്ല ഒരു ആവറേജ് ലെവലിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന അത്രയും ആൾക്കാർക്ക് പ്രിപ്പയർ ചെയ്തവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു ഇത് സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. അതിൽ SCERTയുടെ ഏകദേശം 35 മുതൽ 37 ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. SCERTയിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, 10th ലെവൽ എക്സാം നിങ്ങൾ പഠിക്കുമ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഓൾഡ് ന്യൂ SCERTകൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അതുകൊണ്ട് തന്നെ അവിടുന്ന് നന്ന ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 67 മുതൽ 72 വരെ മാർക്കൊക്കെ സ്കോർ ചെയ്തവർക്ക്, മീൻസ് ആ ഒരു റേഞ്ചിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, കാരണം 30-35 മാർക്ക് തന്നെ എവിടെയായിരുന്നു, SCERT നിന്നായിരുന്നു. SCERT നല്ല രീതിയിൽ പഠിച്ചവർക്ക് അത് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം വലിയ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പൊ അതും അതിൻ്റെ അകത്ത് കയറി വന്നിട്ടുണ്ട്. സോ അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 67 അല്ലെങ്കിൽ 72 ആ ഒരു റേഞ്ചിൽ, ഒരു 70 റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാർക്ക് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അവിടെ ഓൾമോസ്റ്റ് നമുക്കറിയാം 1.5 വർഷത്തിനുള്ളിൽ എല്ലാവരും കയറി പോയിട്ടുള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് ഇനി PSC ചിലപ്പോൾ കുറച്ച് ആൾക്കാരും കൂടി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കുറച്ച് താഴേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ടാവാം. അതായത് നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ടാവും. അല്ലാത്ത ഘട്ടത്തിൽ എന്തായിരിക്കും, ഈ ഒരു റേഞ്ചിലേക്ക് എക്സാം വരാൻ ചാൻസ് ഉണ്ട്. ഏകദേശം കഴിഞ്ഞ തവണ നമ്മൾ ഇത്രയും ആൾക്കാരെ സെലക്ട് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു അന്നും ഈ ഒരു എക്സാമിന് ഉണ്ടായിരുന്നത്. അന്ന് 66-67 മാർക്ക് അങ്ങനെയാണ് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ അതിനേക്കാൾ 1-2 മാർക്ക് ചിലപ്പോൾ ഒരല്പം അധികമായി വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഘട്ടം നോക്കുമ്പോൾ. പിന്നെ ഒരുപാട് പേര് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഫ്രണ്ട്സുകളും മറ്റവരോടൊക്കെ ചോദിക്കുമ്പോൾ നല്ലതായിട്ട് എഴുതിയ ആൾക്കാരും ഉണ്ട്. സോ അതും കൺസിഡർ ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ
ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതിന്റെ മാർക്ക് എത്രയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. കൂടുതൽ കമ്മ്യൂണിറ്റികൾ വരാൻ കൂടുതൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാർക്ക് അറിഞ്ഞാൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയാണ് ഏകദേശം നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, താഴെ കമന്റ് സെക്ഷനിൽ പറയുക. സെക്രട്ടറി ഒയുടെയും പറയാം, അത് സെക്രട്ടറി അസിസ്റ്റന്റിനെയും പറയാം. ഇനി വരാൻ ഇരിക്കുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ പഠിക്കണം. അതുപോലെ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വരാനിരിക്കുന്നവർ മീൻസ് പഠിക്കാനിരിക്കുന്നവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ ഒരു സെക്രട്ടറി ഒയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് പോവുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ, മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇതിൽ വന്നിരിക്കുന്ന SCERT ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാം ഒരു എബോവ് ആവറേജ് എക്സാം ആയിരുന്നു. പക്ഷേ സെക്രട്ടറി OA എന്ന് വെച്ചാൽ ഒരു ബിലോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു ഈസി മോഡറേറ്റിന് ഇടയിൽ നിൽക്കുന്ന ഒരു എക്സാം ആയിരുന്നു സെക്രട്ടറി OA. പക്ഷേ സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു എബോവ് ആവറേജ് എക്സാം ആയിരുന്നു. ഒരു 50 റേഞ്ച് ഒക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, സെക്രട്ടറി അസിസ്റ്റന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാം. പക്ഷെ അതിന് താഴേക്ക് ഉള്ളവരും ഇപ്പോഴും ഇത് കേട്ടിട്ട് പഠിക്കാതിരിക്കരുത്. ബിക്കോസ് PSC കുറച്ചും കൂടി ആൾക്കാർ ഉൾക്കൊള്ളിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണെങ്കിൽ നിങ്ങളും ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട്. പലരും അങ്ങനെ ഇല്ല, ലിസ്റ്റിൽ ഉൾപ്പെടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കാതിരുന്നിട്ട് അവസാനം പണി കിട്ടിയ പലരും ഉണ്ട്. സോ അതിനുവേണ്ടിയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഈ പറയുന്നത്, അത് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ സെക്രട്ടറി OA പറയുകയാണെങ്കിൽ ഒരു 65 മുകളിലേക്ക് ഒക്കെ വാങ്ങിയ നല്ല രീതിയിൽ 65 മുകളിലേക്ക് ടു 72, 73 ആ റേഞ്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് കട്ട് ഓഫ് വന്നാൽ തന്നെ നമുക്കത് നല്ല രീതിയിൽ കയറി പോകാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു അനലൈസിസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറിയിട്ടുള്ള ഒബ്ജക്ഷൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഇത്തരം വീഡിയോകൾ ചെയ്തിട്ടില്ലെങ്കിൽ നിരന്തരം നമുക്ക് മെസ്സേജ് നൽകും, എന്തുകൊണ്ടാണ് പറയാത്തത്, വിഷമാണോ തുടങ്ങിയ കാര്യങ്ങൾ വരും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തെറ്റിപ്പോയാലുള്ള വേറൊരു പ്രശ്നം വരും. പക്ഷെ ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏകദേശം ധാരണയാണ്. ഇതിൽ നിന്നൊക്കെ മാറ്റം വരാം. കൂടുതൽ ആളുകൾ ജോലിക്ക് കയറട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. താങ്ക്